ശ്രീ സുഭാഷ് ബാബു, ഏറെ പ്രമാദമായ കേസായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വരുന്നു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ നമ്മൾ കേട്ടത് ഒരു സിനിമാ കഥയൊക്കെ വെല്ലുന്ന ഒരു കൊലപാതക കഥയൊക്കെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണമെന്നതാണ്. ഈ സാക്ഷിമൊഴികൾ, മൃതദേഹം തങ്ങൾ കൊണ്ടിട്ടു എന്ന് പറഞ്ഞ സാക്ഷിമൊഴികൾ കൂടി ഉള്ളപ്പോൾ അവിടെ മൃതദേഹാവശിഷ്ടം കിട്ടിയില്ലെങ്കിൽ ഇനി എന്തു ചെയ്യും? പ്രത്യേകിച്ച് ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രയേലിലാണ്. അയാളെ തിരിച്ചെത്തിക്കാൻ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ടും യാതൊരു തരത്തിലും പോലീസിന് യാതൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അല്ല, അതില് കോർപ്പസ് ഡിറ്റക്ട്, അതായത് നമ്മൾ മരിച്ച ആളിന്റെ ശവശരീരം കണ്ടുപിടിച്ചിട്ട് അയാൾ ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ്, അല്ലെ ആ സ്ത്രീ തന്നെ ആണ് മരിച്ചത് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് കൊലക്കേസുകളിലെ പ്രധാനപ്പെട്ട ഘടകം. അത് ഇവിടെ സാധിക്കാത്തിടത്തോളം അവസരത്തിൽ കൊലക്കേസിന്റെ പ്രസക്തി കുറഞ്ഞു വരും. പിന്നെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാണ്ട് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് അവിടെ കൊണ്ടുവന്ന് ഈ ടാങ്കിനകത്ത് ഇട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ടാങ്ക് പരിശോധിക്കുന്ന അവസരത്തിൽ അതിന്റെ അവശിഷ്ടങ്ങളോ അത് അവിടെ ഉണ്ടായിരുന്ന സാന്നിധ്യത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇട്ടിട്ടില്ല എന്ന് നമുക്ക് ശാസ്ത്രീയമായി ഒരു നിഗമനത്തിലെത്തണം. പക്ഷെ അവിടെയുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മറ്റാളുകളുടെ സഹായികളോട് ഈ ടാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെ നിന്ന് പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായിട്ട് അവിടെ നിന്ന് അതെടുത്ത് മാറ്റി അദ്ദേഹത്തിന്റെ സ്വയമായിട്ടോ ഇനി മറ്റാരുടെയെങ്കിലും സഹായത്തോടെ വേറൊരു സ്ഥലത്ത് കൊണ്ടിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ശരി, അതില് അനിൽകുമാറിനെ കിട്ടി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ കൂടുതൽ ദുരൂഹ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് തിരിച്ചറിയപ്പെട്ട പ്രതികള്, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും അവരെ വീണ്ടും ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അവരെ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. എന്തായാലും അവരെ വീണ്ടും ചോദ്യം ചെയ്യുക, അതുപോലെ തന്നെ മുഖ്യപ്രതി ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്തതിന് ശേഷം ഇവിടെ തന്നെയാണോ ഇട്ടോ അതോ ഇവര് കളവ് പറഞ്ഞതാണോ, അല്ലെ അനിൽകുമാർ വരുന്ന അവസരത്തിൽ അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിന്ന് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതിന് എന്തായാലും ശരി, അന്വേഷണം കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തില് അല്ലെ പ്രധാന പ്രതിയെ ലഭ്യമായ ശീർഷത്തിലുള്ള നടപടികളിലേക്ക് മാത്രമേ നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. തൽക്കാലം ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്തതിന് അവസരത്തിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ കളവാണെന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുകയും അപ്പോൾ അവരെ ഗത്യന്തരമില്ലാതെ ചിലപ്പോൾ സത്യം സംബന്ധിച്ചു എന്ന് വരാം. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇത് പറഞ്ഞത്? ഒരു പക്ഷേ ഇവരെ അങ്ങ് പറഞ്ഞതുപോലെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചതാവാം, അതല്ലെങ്കിൽ ഇവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം. രണ്ടിനും ഒരുപോലെ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു 15 വർഷത്തിന് ശേഷം അവർ ഈ കൊലപാതകം നടന്ന ശേഷം അവർ കണ്ടു, ഈ ബോഡി കൊണ്ടുവന്നു എന്നെല്ലാം അവർ സമ്മതിക്കുമ്പോൾ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ സാധ്യത? ഇല്ല, ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും ഇടയ്ക്ക്. ചിലപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തിലെ അവശിഷ്ടങ്ങളൊക്കെ പോവാം. അതല്ലെങ്കിൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടാവില്ല. അതിനകത്ത് ഇത് കൊണ്ടൊന്ന് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും അതിന്റെ അവശിഷ്ടങ്ങൾ ടാങ്കിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എന്തായാലും ശരി, അവിടെ ഇട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ ഇട്ടതിന് ശേഷം ടാങ്ക് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബോഡി അവിടെ നിന്നെടുത്ത് മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്കിപ്പോ ഈ ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമല്ല ഇത് കിട്ടുള്ളൂ. അതിനകത്ത് ഈ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ശാസ്ത്രീയമായിട്ട് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്കത് പിന്നെ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ശേഖരിച്ച പദാർത്ഥങ്ങളൊക്കെ രണ്ടാമതൊന്നും കൂടെ പരിശോധിപ്പിക്കാം എന്നതല്ലാതെ അതിന്റെ മുമ്പിൽ ഇനിയും പ്രത്യേകിച്ച് സാധ്യതകളൊന്നും കാണുന്നില്ല. പക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇത് തെറ്റിദ്ധരിപ്പിച്ചാകാം, അല്ലെങ്കിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തതായിരിക്കാം. അപ്പൊ എന്തായാലും ശരി, അതിന് അന്വേഷണം ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊലപാതകം നടത്തിയ ആളെന്ന നിലയ്ക്ക് അനിൽകുമാറിനാണ് ഇതിൽ സത്യങ്ങൾ അറിയാവുന്ന വ്യക്തി ഈ അനിൽകുമാറാണ്. പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് അനിൽകുമാറിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടേ ഇല്ല. അല്ല, പോലീസിന് അയാളെ ഡിപ്പോർട്ട് ചെയ്യാമല്ലോ. പ്രതിയാക്കിയതിനു ശേഷം ഇന്നത്തെ കേസിന്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡിപ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അത് കൊലപാതകം നടന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ ആ സത്യമായ സാഹചര്യത്തിൽ
അദ്ദേഹം അതിനെ തെളിവ് തരേണ്ടി വരുമല്ലോ. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ കേസിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്കും പുരോഗതിയിലേക്കും പോകും. അതല്ലാതെ ഇപ്പോ സർ, ഒരു സംശയം, ഇയാൾക്ക് വേണ്ടിയുള്ള റെഡ് കോർണർ നോട്ടീസ് മടക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇയാളെ ഇനി നാട്ടിൽ എത്തിക്കുക ഒരു വലിയ വെല്ലുവിളിയല്ലേ? അതെ, അവിടെ അയാളവിടെ റെഡ് കോർണർ ഓർഡർ സാധാരണഗതി മടക്കാൻ പറ്റില്ല. നമുക്ക് എക്സ്ട്രാഡിഷൻ ഉള്ള ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മടക്കുന്നത്. അപ്പൊ അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഗവൺമെന്റ് തലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും ശരി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എക്സ്ട്രാഡിഷൻ ഉള്ള രാജ്യമാണെങ്കിൽ തന്നെ തരണം. അപ്പൊ അതുകൊണ്ട് അത് വേറെ ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കും റെഡ് കോർണർ നോട്ടീസ് അതിന് മറുപടി തരാതെ, അല്ലെങ്കിൽ ഇതുവരെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്നാണ് അറിവ്. അത് കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റപത്രം വെറുതെ സമർപ്പിക്കാൻ പറ്റില്ലല്ലോ. അന്വേഷണാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ തന്നെയും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തെളിവനുസരിച്ച് താൽക്കാലികമായി ഒരു കുറ്റപത്രം കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മറ്റേയാളും പ്രതിയാക്കി വെച്ചു എന്ന് പറഞ്ഞ് ചോദിച്ച് കൂടുതൽ തെളിവ് വേണമെങ്കിൽ നമ്മളിപ്പം അന്വേഷിച്ച് കേസിന്റെ വിചാരണ അവസാനിക്കുന്നതിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് രാജ്യാന്തരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സ്ട്രാഡിഷൻ ഉണ്ട്. കുറ്റവാളികളെ കൈമാറുന്നതിന്റെ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ശ്രമം ഫലമായിട്ട് മാത്രമേ അത് സാധ്യമുള്ളൂ. അല്ലാണ്ട് പോലീസ് മാത്രം പോലീസ് അല്ലല്ലോ ശ്രമിക്കുന്നത്, ഗവൺമെന്റിലൂടെ പോലീസ് ശ്രമിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമം തുടരെയല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. ശരി, എന്തായാലും ഈ കേസിൽ ഒരു വലിയ ട്വിസ്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്.